വേനൽ കനത്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിൽ വെള്ളം താഴുന്നു. മാർച്ച് പകുതിയിൽ സംഭരണശേഷിയുടെ പകുതിയായിരുന്നു വെള്ളം. വേനൽ മഴ വേണ്ട തോതിൽ ലഭിക്കാതായതോടെ ഏപ്രിലിൽ വെള്ളം വീണ്ടും താഴ്ന്നു. വനത്തിനുള്ളിൽ നിന്നുള്ള നീരുറവകളും നിർജീവമായി. ഇതോടെ റിസർവോയർ ഭാഗങ്ങളിൽ നിലം കണ്ടു. നിലവിൽ ശിരുവാണി ഡാമിൽ 43%, കാഞ്ഞിരപ്പുഴ ഡാമിൽ 32%, മീങ്കരയിൽ 30%, വാളയാറിൽ 27%, മലമ്പുഴയിൽ 19%, പോത്തുണ്ടി ഡാമിൽ 20%, ചുള്ളിയാറിൽ 16%, മംഗലം ഡാമിൽ 7% എന്നിങ്ങനെയാണ് വെള്ളത്തിന്റെ അളവ്. കഴിഞ്ഞ മഴക്കാലത്ത് ഉയർന്ന അളവിൽ വെള്ളമുണ്ടായിരുന്ന അണക്കെട്ടുകളാണിവ. വനമേഖലകളിലും ജലദൗർലഭ്യം നേരിടുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പ് ആരവമൊഴിഞ്ഞതോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് ചൂട് തിരിച്ചടിയാവുകയാണ്. ജില്ലയിൽ കൂടുതൽ സഞ്ചാരികളെത്തുന്ന സീസണിലെ കച്ചവടം താളം തെറ്റിയതിന്റെ ആശങ്കയാണ് മലമ്പുഴയിലെ കച്ചവടക്കാർ പങ്കുവയ്ക്കുന്നത്. നല്ലപോലെ കുറവാണ്. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഈ കൊല്ലം കുറച്ചും കൂടെ ചൂട് കൂടുതലായിട്ടാണ് തോന്നുന്നത്. വിനോദസഞ്ചാരികളുടെ കുറവിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് അത്. ഞങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ അത്യാവശ്യം നല്ല ബിസിനസ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ചൂട് നല്ലോണം ബാധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പകലൊന്നും ഒരു ആൾ പോലും ഇറങ്ങുന്നില്ല. ഇനി വൈകുന്നേരങ്ങളിലാണ് ചെറുതായിട്ടെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് മാറ്റം കിട്ടുന്നത്. മഴക്കാലമാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇത് വരാനുള്ളതുണ്ട്. ഈ ചൂട് കഴിയണം എങ്ങനെയാലും. ഇനിയിപ്പോൾ മെയ് കഴിയാതെ ഒരു രക്ഷയില്ല. ചൂടിപ്പോൾ 40 ഡിഗ്രിക്ക് മേലെ ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ സാധാരണ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ചൂട് കാരണം രാവിലെയും വരവില്ല, വൈകുന്നേരത്തെ ഒരു 6 മണിക്ക് ശേഷമൊക്കെ ആൾക്കാർ വരവുള്ളൂ. അതാണ് കച്ചവടത്തിന് പകുതി കച്ചവടം കുറവാണ്. ഇനിയിപ്പോൾ കച്ചവടം കിട്ടണമെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങണം, എന്നാലും ആൾക്കാർ വരുവുള്ളൂ. മഴക്കാലത്ത് പറഞ്ഞ ഇവിടെ ഒരു ജൂലൈ ആഗസ്റ്റ് മുതൽ നല്ല സീസണാണ്. ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആൾക്കാരുണ്ടാവും. ചൂടായതുകൊണ്ട് വരവ് കുറഞ്ഞിരിക്കുകയാണ്. വേനൽ അവധിക്കാലത്തിനൊപ്പം വിഷു അടക്കമുള്ള ആഘോഷങ്ങളും കൂടി എത്തുന്നതോടെ സഞ്ചാരികളുടെ ഒഴുക്ക് വരുമാനമായി മാറേണ്ട സമയത്താണ് വേനൽ ചൂട് വില്ലനാവുന്നത് എന്നാണ് കച്ചവടക്കാരുടെ ആശങ്ക. UTV ന്യൂസ്, പാലക്കാട്.